സുവിശേഷ ദീപങ്ങൾ കൈകളിലേന്തി ഇതാ അനേകം വൈദികർ തിരുസഭയിൽ പ്രശോഭിക്കുന്നു. ദൈവരാജ്യത്തിനായി അവർ തളരാതെ മുന്നേറുന്നു. ഇത് നാഗ്പൂർ രൂപതയുടെ കീഴിൽ നിന്നും ജീസസ് യൂത്ത് എന്ന യുവജന മുന്നേറ്റത്തിനായി വൈദികനാക്കപ്പെട്ട ഫാദർ ഡിറ്റോ പൂതേക്കാടൻ യുവജനങ്ങൾക്കിടയിലെ തൻ്റെ വിവിധ ശുശ്രൂഷകളെക്കുറിച്ചും ദൈവവിളിയുടെ മഹത്വത്തെക്കുറിച്ചും ഡിറ്റോ അച്ഛൻ നമ്മോട് സംസാരിക്കുന്നു. ഡിറ്റോ അച്ഛ, ശാലോം ടി വിയിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിൽ അച്ഛനോടൊപ്പമുള്ള ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫാദർ ഡിറ്റോ ദേവസി പൂതേക്കാടൻ ജീസസ് യൂത്തിനു വേണ്ടി നാഗ്പൂർ രൂപതയിൽ ചേർന്ന് ജീസസ് യൂത്തിനു വേണ്ടി വൈദികനായി അച്ഛൻ്റെ ആദ്യ എപ്പിസോഡിലെ പങ്കുവയ്ക്കലുകൾ വളരെ സന്തോഷം. കാരണം പോട്ട ചാലക്കുടിയിൽ ഇരിഞ്ഞാലക്കുട രൂപതയിൽ ചാലക്കുടിക്ക് അടുത്ത് പോട്ട ഇടവകാംഗമാണ് അപ്പച്ചൻ. അമ്മച്ചി വീട്ടിൽ 3 ആമക്കളിൽ മൂത്ത ആളാണ് അച്ഛൻ്റെ. അച്ഛൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ ഒരു അൾത്താര ബാലനായി, ഇപ്പോൾ അന്ന് മുതൽ 10ാം ക്ലാസ് വരെയൊക്കെ ഉള്ള ഒരു അൾത്താര ബാലനായിട്ടുള്ള ജീവിതത്തിനിടയിൽ ഇടവക വൈദികരിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ കിട്ടിയ പ്രോത്സാഹനം, അതിലുപരി അപ്പച്ചനും സഹോദരങ്ങളും ഒക്കെ സന്തോഷപൂർവ്വം മൂത്ത മകനെ ദൈവവിളി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് CMI സഭയിൽ കോയമ്പത്തൂർ പ്രോവിൻസിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങി. പക്ഷെ പ്രത്യേകമായൊരു സാഹചര്യത്തിൽ ഫിലോസഫി പഠനത്തിന് ശേഷം അച്ഛന് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. പിന്നീട് ഏകദേശം 7 വർഷം അല്ലേ, എത്രയോ വർഷം, 8 വർഷത്തോളം 2 വർഷം എറണാകുളത്ത്, 2 പിന്നീട് ബാംഗ്ലൂരിൽ, അതിനുശേഷം സൗദിയിൽ ഒക്കെ ജോലി ചെയ്ത്, സൗദിയിലെ ആ ജോലി കാലഘട്ടത്തിലാണ് ജീസസ് യൂത്ത് മുന്നേറ്റത്തെ പരിചയപ്പെടുന്നതും. ജീസസ് യൂത്ത് മുന്നേറ്റം അച്ഛൻ പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ചാൽ, എനിക്ക് നഷ്ടപ്പെടുമായിരുന്ന ക്രിസ്തുവിനെ എനിക്ക് നഷ്ടപ്പെടാതെ അതിൽ കൂടുതൽ ആഴപ്പെടാനും കർത്താവിനോട് കൂടുതൽ പറഞ്ഞ് ജീവിക്കാനുമുള്ള ഒരു ഇത് ജീസസ് യൂത്തിലൂടെ അച്ഛന് ലഭിച്ചു. പ്രത്യേകിച്ച് സൗദിയിലെ ജീസസ് യൂത്ത് കൂട്ടായ്മയുടെ ഒരു ബലം അച്ഛനെ വീണ്ടും ഈ ദൈവവിളിയുടെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, വീണ്ടും സാധിക്കുമെങ്കിൽ വൈദികനായി തന്നെ ജീവിക്കണം എന്നുള്ളത്. എന്തായാലും അങ്ങനെയാണ് അച്ഛൻ ജീസസ് യൂത്തിൽ അത്തരത്തിലുള്ള ഒരു ജീസസ് യൂത്തിന് വേണ്ടിയുള്ളൊരു വൈദിക പരിശീലനത്തിൻ്റെ ഭാഗമാകുകയും ജീസസ് യൂത്ത് മുന്നേറ്റവും നാഗ്പൂർ രൂപതയും തമ്മിലുള്ള ധാരണയിൽ നാഗ്പൂർ ഡയോസിസിൽ ഇൻകാർഡിനേറ്റ് ചെയ്യുകയും ജീസസ് യൂത്തിൻ്റെ പരിശീലനങ്ങളിലൂടെ കടന്നുപോയി അച്ഛൻ ഒരു വൈദികനാവുകയും ചെയ്തു. അച്ഛൻ എന്നാണ് വൈദികനായിട്ട് പട്ടം സ്വീകരിച്ചത്? ഞാൻ വൈദികനായിട്ട് പട്ടം സ്വീകരിച്ചത് ദിവംഗതനായ ആർച്ച് ബിഷപ്പ് എബ്രഹാം വിരുതുകുളങ്ങര പിതാവിൽ നിന്ന് 2016 ഡിസംബർ 29-ാം തീയതിയാണ്. അച്ഛനെ ജീസസ് യൂത്തിൽ ഈ വൈദിക പരിശീലനത്തിന് ചേർന്നതിന് ശേഷം ഈ വൈദികനാവുന്നത് വരെയുള്ള അച്ഛൻ്റെ പരിശീലനങ്ങളൊക്കെ എവിടെയാണ് അച്ഛൻ പഠിച്ചതൊക്കെ? ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് ജോലി രാജിവെച്ച് വന്നതിന് ശേഷം പിതാവിനോടൊപ്പം ബിഷപ്പ് ഹൗസിലാണ് നാഗ്പൂർ അതിരൂപതയിൽ ബിഷപ്പ് ഹൗസിലാണ് എൻ്റെ ആദ്യ വർഷം റീജൻസി ആയിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അവിടെ ചെറുതും വലുതുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിലൂടെ ആ ഒരു വർഷം ബിഷപ്പ് ഹൗസിലായിരുന്നു. അതിനുശേഷം ഒരു 4 വർഷത്തോളം 3.5-4 വർഷത്തോളം നാഗ്പൂർ സെയിൻറ്റ് ചാൾസ് സെമിനാരിയിൽ എൻ്റെ തിയോളജി പഠനം പൂർത്തിയാക്കി 2016 ഡിസംബർ 29-ന് പട്ടം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 29-ാം തീയതി വൈദികനായി. അതെ അച്ഛൻ, തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ ഒരു പരിശീലനങ്ങളൊക്കെ അച്ഛൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. പക്ഷേ അതിനൊപ്പം എൻ്റെ ഒരു ആകാംക്ഷയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, വൈദികനായ ആ ദിവസം അല്ലേ, അച്ഛൻ അവസാനം പറഞ്ഞു നിർത്തിയത് അതാണല്ലോ, ഡിസംബർ 29-ാം തീയതി വൈദികനായി എന്നാണ് അച്ഛൻ പറഞ്ഞത്. ആ ദിവസങ്ങളിലെ ഓർമ്മകൾ എന്താണ് അച്ഛൻ തോന്നിയത്, ഒന്ന് പറയാമോ അച്ഛൻ? ഡിസംബർ 29-ാം തീയതിയുടെ തലേ രാത്രി, അതായത് 28-ാം തീയതി രാത്രി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വൈദികനാകുമല്ലോ എന്നുള്ള ആ വലിയ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം നടക്കാൻ പോകുന്ന ദിവസമാണ്. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, അൾത്താര ബാലനായി നിൽക്കുമ്പോഴാണ് ഈ വൈദികനാകണം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചിന്ത വരുന്നത്. അന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു, കർത്താവെ, നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതുപോലെ നിൻ്റെ അൾത്താരയിൽ ഒരു വൈദികനായി എന്നെയും മാറ്റണമേ. 6ാം ക്ലാസ്സിൽ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഏകദേശം 17-18 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം കർത്താവ് അതിനൊരു ഉത്തരം നൽകി എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് ഡിസംബർ 29-ാം തീയതിയിൽ പട്ടം സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറായി നിൽക്കുമ്പോൾ. ഒത്തിരി സന്തോഷം തോന്നി.
അവർണ്ണനീയമായ ദാനത്തിന് ഒത്തിരിയേറെ നന്ദി പറഞ്ഞ് അത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ പിൽക്കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ നടന്നു പോയ വഴികളിൽ അവിടെയൊക്കെ കർത്താവ് എന്നെ നടത്തിക്കൊണ്ടുപോകുന്ന രീതികൾ, ഇതൊക്കെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു എന്നോർക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷവും കർത്താവിൻ്റെ വലിയ കരുതലൊക്കെ ധാരാളമായിട്ട് വീണ്ടും വീണ്ടും അനുഭവിക്കാനായിട്ട് ഒത്തിരിയേറെ സാധിച്ചൊരു ദിവസമായിരുന്നു. കർത്താവ് യോഗ്യനല്ലായിരുന്നിട്ട് പോലും എവിടെ നിന്നോ പൊക്കിക്കൊണ്ടുവന്ന് വീണ്ടും കർത്താവിൻ്റെ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചു, പുരോഹിതനായിട്ട് മാറാൻ സാധിച്ചു എന്ന് ഓർക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നിയായിരുന്നു. അച്ഛൻ വൈദികനായതിനു ശേഷമുള്ള അച്ഛൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ആദ്യം എവിടെയായിരുന്നു അച്ഛൻ? വൈദികനായതിനു ശേഷം ഞാൻ നാഗ്പൂർ രൂപതയിലാണ് വൈദികനായതുള്ളത് കൊണ്ട് തന്നെ നാഗ്പൂർ രൂപതയിൽ, അതിരൂപതയിൽ കാംടി എന്ന് പറയുന്ന ഇടവകയിൽ അസിസ്റ്റൻറ്റ് വികാരിയായിട്ടാണ് 4 മാസത്തോളം ഞാൻ സേവനം ചെയ്തായിരുന്നു. അവിടെ 4 മാസത്തിന് ശേഷം പിന്നീട് ചമ്പക്കര, അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചമ്പക്കര എന്ന് പറയുന്ന ഇടവകയിലേക്കാണ് എനിക്ക് മാറ്റമുണ്ടായത്. അവിടെ ഇതുപോലെ തന്നെ ഒരു 10 മാസത്തോളം അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ഞാൻ സേവനം ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിനോടൊപ്പം ഞാൻ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിന് വേണ്ടി പട്ടം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ഭാവി ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുവാനായിട്ട് തുടങ്ങിയത് അതിനുശേഷമാണ്. അതായത് 2018 ഏപ്രിൽ മാസം 20-ാം തീയതിയോട് കൂടിയിട്ടാണ് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഹൗസ് കങ്ങാരപ്പടിയിൽ ഇതുപോലെ തന്നെ ഫുൾ ടൈമേഴ്സൊക്കെ ആയിട്ട് സേവനം ചെയ്തുകൊണ്ടിരുന്ന, പല രാജ്യങ്ങളിൽ ഫുൾ ടൈമേഴ്സായിട്ട് മിഷണറിമാരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 3 യുവജനങ്ങളോടൊപ്പം അവരുടെ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ ആ കമ്മ്യൂണിറ്റി ഹൗസിൻ്റെ സുപ്പീരിയറായിട്ട് സേവനം ചെയ്യുവാനായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. അച്ഛൻ പറയുമ്പോൾ, കാരണം എനിക്ക് ജീസസ് യൂത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയും കൂടി അച്ഛൻ ഒരു ജീസസ് യൂത്തിന് വേണ്ടി വൈദികനായ അച്ഛൻ്റെ ഒരു ഇനീഷ്യൽ പാസ്റ്ററൽ എക്സ്പീരിയൻസിന് വേണ്ടി കൂടി തന്നെയാണല്ലോ ആർച്ച് ബിഷപ്പ് എബ്രഹാം പിതാവും ജീസസ് യൂത്ത് ലീഡർഷിപ്പ് ഒരുമിച്ചെടുത്ത ഒരു തീരുമാനത്തിലാണ് അച്ഛൻ കാംഡിയിൽ അസിസ്റ്റന്റ് പാരിഷ് പ്രീസ്റ്റായിട്ട് സഹായിച്ചതും. പിന്നീട് എറണാകുളം രൂപതയുടെ അനുവാദത്തോടു കൂടി ചമ്പക്കരയിൽ അത്തരത്തിലൊരു പാസ്റ്ററൽ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് അവിടെ ആയിരുന്നത്. എനിക്ക് ഈ 2 സ്ഥലത്തെ അച്ഛൻ്റെ ഒരു പാസ്റ്ററൽ എക്സ്പീരിയൻസിൻ്റെ ഒരു അത്തരത്തിലുള്ള ഒരു അനുഭവം, ഒരു പാസ്റ്ററൽ എക്സ്പീരിയൻസ്, ഒരു ഇടവക വൈദികനായിട്ട് ജോലി ചെയ്തപ്പോൾ, ഇടവകയുടെ ചാർജോട് കൂടി അസിസ്റ്റൻ്റ് ആണെങ്കിൽ കൂടിയും അത്തരത്തിൽ ജോലി ചെയ്തപ്പോഴുണ്ടായ ഒരു അനുഭവം, അത് അച്ഛൻ്റെ ജീവിതത്തിൽ എങ്ങനെ സഹായിക്കുന്നു, അത് എന്തുമാത്രം ആ ഒരു ഇടവകയിലുള്ള ജീവിതം ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ടതാണ് എന്നറിയാൻ താല്പര്യം. തീർച്ചയായും കാംടി പറഞ്ഞു തുടങ്ങാം അച്ഛൻ. കാംടിയിൽ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ച്, അതാണ് ഇടവകയുടെ പേര്. ഈ കാംടി എന്ന് പറയുന്നത് തന്നെ ഒരു കൻ്റൺമെൻറ്റ് ഏരിയ ആണ്. അതായത് മിലിറ്ററിക്കാരും NSSലുള്ളവരുമായിട്ട് ഒരുമിച്ച് താമസിക്കുന്ന, അവർക്ക് വേണ്ടിയിട്ടും അതിലുള്ള ക്രൈസ്തവരായിട്ടുള്ള ഫാമിലീസും അതിനപ്പുറത്ത് ഉള്ളവരും, അതായത് ആ ക്യാമ്പസിൽ നിന്ന് പുറത്ത് ഉള്ളവരുമായിട്ടുള്ള ഏതാനും കത്തോലിക്ക കുടുംബങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു പാരിഷാണ് കാംടി പാരിഷ് എന്ന് പറയുന്നത്. നാഗ്പൂർ അതിരൂപതയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഇടവകയാണത്. മുൻകാലങ്ങളിൽ 1800 1860 ആ ഒരു കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ജനങ്ങൾക്ക്, അവിടെ ആ ഒരു ഏരിയയിൽ മിലിറ്ററിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർക്ക് വേണ്ടിയിട്ടും കൂടെ സ്ഥാപിക്കപ്പെട്ട നാഗ്പൂർ അതിരൂപതയുടെ തന്നെ കത്തീഡ്രലായിരുന്നു ആ ഒരു ഇടവക. അതാണ് അതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ ഭാഷ കൃത്യമായിട്ട് അറിയില്ലല്ലോ എന്നുള്ളൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അവിടെ നാഗ്പൂർ തന്നെയാണ് ഞാൻ പഠിച്ചിരുന്നതെങ്കിലും അത്രയധികം ഞാൻ ഹിന്ദിയിൽ നല്ലൊരു വാഗ്മിയൊന്നും ആയിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഒരു വൈദിക ജീവിതത്തെ കൂടുതലുമായിട്ട് എനിക്ക് കൂടുതൽ സഹായകമായത്, ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഏറ്റവും ഒരു പ്രചോദനത്തിനേക്കാളും കൂടുതൽ ശക്തി പകർന്നു തന്നത് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞാൻ ചെലവഴിച്ച സമയങ്ങളായിരുന്നു. എൻ്റെ ഒരു വീക്ക്നെസ് എന്താണെന്നും എൻ്റെ ഒരു ബലഹീനത എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഞാൻ സംസാരിക്കേണ്ട കാര്യങ്ങൾ അത് എനിക്ക് തന്നെ വെളിപ്പെടുത്തി തരണമേ എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയൊക്കെ ആയിരുന്നു. കാരണം ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ആ ഒരു തീക്ഷ്ണതയൊക്കെ അത്
തുറന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമയം ചെലവഴിക്കുക. മൂവ്മെൻറ്റിൽ ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന സമയത്താണെങ്കിൽ പോലും ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിച്ച നിമിഷങ്ങളിലൂടെയായിരുന്നു എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വൈദികനായിട്ട് പോലും ആ ഒരു ശീലം കൈവിട്ട് കളയാനായിട്ട് ഞാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ അവിടെ ഓരോ ഭവനങ്ങളിലേക്കും ഞാൻ എൻ്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു അനുഭവം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതൊരു വളരെ പഴയ ഒരു ഇടവകയായതുകൊണ്ട് തന്നെ ഏകദേശം 72 വീട്ടുകാരാണ് ആ ഇടവകയിലെ കുടുംബങ്ങളായിട്ടുള്ളൂ. പക്ഷേ ഈ 72 കുടുംബങ്ങളിൽ വളരെ നിസ്സാരം 18 കുടുംബങ്ങളോ 20 കുടുംബങ്ങളോ ഒക്കെയാണ് ഞായറാഴ്ച ദിവസങ്ങളിലെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. അവർ ഈ ദേവാലയത്തിൽ നിന്ന്, പള്ളിയിൽ നിന്ന് ഒത്തിരിയേറെ അകലെയാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു പക്ഷേ കാരണമായിരിക്കാം. ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു കാര്യം എല്ലാ ഭവനങ്ങളിലേക്കും കടന്നു ചെല്ലുക എന്നുള്ളതായിരുന്നു. ഏതൊക്കെ കോണുകളിൽ ഈ ഇടവകയിലുള്ള കുടുംബങ്ങളുണ്ടോ അവരുടെ ഇടയിലൊക്കെ ഇറങ്ങിച്ചെല്ലുക, അവരോട് സംസാരിക്കുക. എല്ലാ സന്ധ്യാസമയങ്ങളും ഞാൻ ചിലവഴിച്ചിരുന്നത് 5 മണി തുടങ്ങി 8 മണി വരെയുള്ള സമയം ഞാൻ ചിലവഴിച്ചിരുന്നത് ഈ കുടുംബങ്ങളിലായിരുന്നു. കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള കൊച്ചുകുട്ടികളോടും മുതിർന്നവരോടും സംസാരിക്കുകയും അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും അവർ നൽകുന്ന ആ എന്തൊക്കെയാണോ, ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും അത് വാങ്ങി അവരിൽ നിന്ന് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഇത് അവരിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. കാരണം അവർ പറഞ്ഞു, അച്ഛാ, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ പല വീടുകളിലും ഒരു വൈദികൻ കടന്നു ചെല്ലുന്ന ഒരു അനുഭവം അവർക്കുണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രചോദനത്താൽ അവർ ഒത്തിരി പേര് ഇടവകയിലേക്ക് വരാനും ഞായറാഴ്ച ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പങ്കെടുക്കാനൊക്കെ ആയിട്ട് അവർ വന്നുകൊണ്ടിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കും അത് എൻ്റെ ഒരു ആത്മീയ ജീവിതത്തിനേക്കാൾ കൂടുതലായിട്ട് എൻ്റെ ഒരു വൈദിക ജീവിതത്തിൽ അത് ഒത്തിരിയേറെ പ്രചോദനം നൽകുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കാരണം ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പോഴേക്കും കർത്താവ് അവിടെ ഫലം തരുന്നു, അതിലൂടെ തമ്പുരാൻ വീണ്ടും വളർത്തുന്നു. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്തുള്ള നോമ്പ് കാലഘട്ടത്തിൽ അവിടെയുള്ള ഏകദേശം ഒരു 90% ഇടവകാംഗങ്ങളും അന്നത്തെ എല്ലാ തിരുക്കർമ്മങ്ങളിലും അന്ന് പങ്കെടുത്തു എന്നുള്ളത് ദൈവം എനിക്ക് സമ്മാനിച്ച വലിയൊരു സമ്മാനമാണ്. അതായത് നമ്മൾ കർത്താവിനോട് കൂടി ചേർന്ന് തമ്പുരാൻ്റെ മക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ, പരിശുദ്ധ പിതാവ് പറയുന്നത് പോലെ ആടുകളുടെ മണമുള്ള ഇടയനായിട്ട് തീരാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നു. അത് ഒത്തിരിയേറെ പേരെ വീണ്ടും ഒത്തിരിയേറെ പേര് വിശ്വാസത്തിൽ അകന്നു പോയ സാഹചര്യത്തിലായിരുന്നു. അവിടുത്തെ വികാരിയച്ഛൻ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, വർഷങ്ങളായിട്ട് ഇവിടെ ഒരു നല്ലൊരു അസിസ്റ്റന്റ് വികാരി, അതായത് നല്ലൊരു കൊച്ചച്ഛനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അച്ഛൻ ഇവിടേക്ക് കടന്നു വരുന്നത്. അത് ഇടവകയിൽ മൊത്തമായിട്ടൊരു മാറ്റം ഉണ്ടാക്കി എന്നുള്ളൊരു സാക്ഷ്യം ഞാൻ എൻ്റെ ഫെയർവെൽ സമയത്ത് വികാരിയച്ഛൻ പങ്കുവയ്ക്കുകയുണ്ടായി. അതിനെന്നെ സഹായിച്ചത്, എനിക്ക് പ്രചോദനമായത് വികാരിയച്ഛനും ഫാദർ ഫെലിക്സ്. അതിന് പ്രചോദനമായത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ശക്തി ലഭിച്ചത് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിച്ച നിമിഷങ്ങളും അതോടൊപ്പം തന്നെ ഈ ഇടവകയിലെ മക്കളോടൊപ്പം കൂടിയായിരിക്കുക, ആടുകളോടൊപ്പം കൂടിയായിരിക്കുക, അതാണ് ഒരു ഇടയൻ്റെ വിളി എന്ന് തിരിച്ചറിയാൻ സാധിച്ചത് ആ ഇടവകയിൽ ഞാൻ ചെലവഴിച്ച ദിവസങ്ങളിലൂടെയായിരുന്നു. അച്ഛാ, വളരെ ഒരു ഭാഗ്യപ്പെട്ട ഒരു വൈദികനാണ് അച്ഛൻ എന്ന് എനിക്ക് അച്ഛനെ കേൾക്കുമ്പോൾ ഒന്നുകൂടെ തോന്നിപ്പോകുന്നു. കാരണം എനിക്ക് അച്ഛനെ അറിയാവുന്നതുകൊണ്ടും ജീസസ് യൂത്തിൻ്റെ ഈ ഒരു വൈദിക പരിശീലനത്തിൻ്റെ രീതികൾ അറിയാവുന്നതുകൊണ്ടും. കാരണം ഞാൻ പറയുന്നത്, ഒരു ലത്തീൻ രൂപതയിൽ ഇൻകാർഡിനേറ്റ് ചെയ്യുകയും അച്ഛന് വളരെ മനോഹരമായി ആദ്യത്തെ നാളുകളിൽ ഒരു ലാറ്റിൻ ഇടവകയിൽ ഒരു ലാറ്റിൻ റീത്തിൽ എല്ലാ ആരാധനാക്രമവും കുദാശ രീതികളും എല്ലാം പഠിക്കാനുള്ള വലിയ അവസരമായിരുന്നു ക്യാമ്പ് ഡി. അതിനുശേഷം അടിസ്ഥാനപരമായി ഒരു സീറോ മലബാർ കുടുംബത്തിൽ നിന്നുള്ള അച്ഛന് വലിയൊരു ഭാഗ്യം കിട്ടിയത് മറ്റു പലർക്കും കിട്ടാത്തതുപോലെ ഒരു പക്ഷേ അതിനുള്ള ശേഷമുള്ള കുറേ നാളുകൾ സീറോ മലബാർ ഒരു പാസ്റ്ററൽ എക്സ്പീരിയൻസിന് വേണ്ടി, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ കൂദാശകളുടെ പരികർമ്മവും ആരാധനാക്രമങ്ങളുടെ നടത്തിപ്പിനൊക്കെ ഒരു അനുഭവത്തിന് വേണ്ടി കൂടിയാണ് ചമ്പക്കരയിൽ അച്ഛൻ ആയിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതൊരു വേറിട്ടൊരു അനുഭവമാണ്. ചമ്പക്കരയെ കുറിച്ച് കൂടി ചില ഓർമ്മകൾ പറഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് പോകാം. ചമ്പക്കരയിൽ ഏകദേശം 10 മാസത്തോളം സെയിന്റ് ജെയിംസ്, ചമ്പക്കര അല്ലല്ലോ പള്ളിയുടെ ശരിക്കും പറയുന്നത് എന്താണ്, പള്ളിയുടെ പൂണിത്തുറ. ചമ്പക്കര എന്ന് നമ്മൾ ആ പള്ളി ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് പറയുന്നത് അല്ലേ? പൂണിത്തുറ സെയിന്റ് ജെയിംസ് ഇടവകയിലായിരുന്നു ഞാൻ 10 മാസത്തോളം അസിസ്റ്റന്റ് വികാരിയായിട്ടുണ്ടായിരുന്നത്. അവിടെ എൻ്റെ വികാരിയച്ഛൻ ഫാദർ വർഗീസ് ചരപ്പറമ്പിൽ അച്ഛനാണ്. അച്ഛൻ ഇതുപോലെ തന്നെ ഒത്തിരി സ്നേഹമുള്ള അച്ഛനാണ്. അച്ഛൻ അറിയാമായിരുന്നു എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നാഗ്പൂരിൽ നിന്നാണ് വരുന്നത്. പക്ഷേ
അച്ഛൻ എന്നോടൊപ്പം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു അച്ഛൻ. എല്ലാ ദിവസങ്ങളും ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോഴും എല്ലായ്പ്പോഴും ഒത്തിരിയേറെ പ്രോത്സാഹനവും കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ടുള്ള അച്ഛൻ്റെ ആ ഒരു കഴിവൊക്കെ എനിക്ക് ഒത്തിരിയേറെ സഹായകരമായിട്ടുണ്ട്. കാരണം ലത്തീൻ രൂപതയിൽ നിന്ന് ലാറ്റിൻ റൈറ്റിൽ പരിശീലനം പൂർത്തിയാക്കി സിറോ മലബാർ റീത്തിലേക്ക് തിരികെ വന്ന് സേവനമനുഷ്ഠിക്കേണ്ട ഒരു സമയം വരുമ്പോൾ ഞാൻ ഒത്തിരി നെർവസ് ആയിരുന്നു. കാരണം ഒന്നും തന്നെ പഠിക്കാതെയാണ് ഞാൻ വന്നിരിക്കുന്നത്. കാര്യം ജന്മം മുതലേ ഞാനൊരു സിറോ മലബാർകാരനായിരുന്നെങ്കിൽ കൂടെയും കുദാശകൾ പരികർമ്മം ചെയ്യുന്നതൊന്നും എനിക്കധികം വശമില്ലായിരുന്നു. അപ്പം അച്ഛൻ്റെ ആ കൂടെയുള്ള, നമ്മൾ പറയില്ലേ, ഈ അക്കമ്പനിമെൻ്റ് എന്ന് പറയുന്ന അച്ഛൻ്റെ ആ ഒരു വലിയൊരു ഗുണം, അതിൻ്റെ ബ്യൂട്ടി അനുഭവിക്കാനായിട്ട് എനിക്കെപ്പോഴും, ഞാൻ പലപ്പോഴും നാഗ്പൂർ അതിരൂപതയിൽ ചെന്നപ്പോൾ എൻ്റെ അവിടെയുള്ള അച്ഛന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെയുള്ളൊരു വികാരിയച്ഛൻ എപ്പോഴും കൊച്ചച്ഛനോടൊപ്പം ചേർന്ന് നിന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സന്നദ്ധയുള്ള ഒരു വികാരിയച്ഛനെ കൂട്ടുകിട്ടിയത് തന്നെ എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. അതോടൊപ്പം ഇടവകയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അപരിചിതത്വം കൂടാതെയാണ് ഇടവകയിലെ ജനങ്ങൾ എന്നെ സ്വീകരിച്ചത്. എല്ലാ കാര്യങ്ങളിലും അവരോടൊപ്പം ഈ നാഗ്പൂർ അതിരൂപതയിലായിരുന്നപ്പോൾ, അതായത് കാംടി ഇടവകയിലായിരുന്ന സമയത്ത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഓരോ നല്ല പ്രചോദനങ്ങളും ഓരോ അനുഭവവും അത് ഇവിടെ പുണിത്തുറ ഇടവകയിൽ വന്നപ്പോഴും കൂടുതൽ നല്ല രീതിയിൽ, കൂടുതൽ തീക്ഷ്ണതയേറിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എനിക്ക് സഹായകരമായിട്ടുണ്ട്. അവിടുത്തെ വളരെ 10 മാസത്തോളം യുവജനങ്ങളോടൊപ്പമാണെങ്കിൽ തന്നെയും ഇടവകയിലുള്ള ഈ ഭവന സന്ദർശനവും അതൊക്കെ ഇവിടെ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നൊരു കാര്യമായിരുന്നു. അത് എന്നെ വൈദിക ജീവിതത്തിലും ഒത്തിരിയേറെ പ്രചോദനമായിട്ടുള്ള കാര്യമാണ്. അച്ഛൻ്റെ ഈ ഒരു അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലും കൂടി ഞാൻ ചോദിക്കുന്നത്, ചെറുപ്പക്കാർക്ക് വേണ്ടി ഉള്ള ഒരു മുന്നേറ്റമാണ് ജീസസ് യൂത്ത്, അല്ലേ? ചെറുപ്പക്കാർക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ വേണ്ടിയുള്ളൊരു മുന്നേറ്റമാണ് ജീസസ് യൂത്ത് മുന്നേറ്റം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഒരു കാനോണിക്കലി വത്തിക്കാനിൽ നിന്ന് അപ്രൂവ് ചെയ്യപ്പെട്ടൊരു മുന്നേറ്റമാണ്. അത്തരമൊരു മുന്നേറ്റത്തിൻ്റെ വൈദികൻ എന്ന നിലയിൽ കൂടിയും അച്ഛനും ഒരു ചെറുപ്പക്കാരനാണ്. അച്ഛൻ്റെ ഒരു വഴിയും ആ ഒരു ചെറുപ്പക്കാരുടെ ഒരു വിശ്വാസ പരിശീലന വഴിയിലൂടെ നടന്നു വന്നതാണ്. ഈ 2 ഇടവകയിലൊക്കെ ആയിരുന്നപ്പോഴും ചെറുപ്പക്കാരോടുള്ള ഇടയിലുള്ള അച്ഛൻ്റെ പ്രവർത്തനത്തിൻ്റെ അനുഭവം, ഇന്ന് സഭ ചെറുപ്പക്കാരോട് ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം, ചെറുപ്പക്കാരുടെ ജീവിതത്തിൻ്റെ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളുടെ നടുവിൽ ഒരു വൈദികന് എങ്ങനെ ഒരു ഉത്തരമാവാൻ പറ്റും? യുവജനങ്ങളോടൊപ്പം ആയിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം സൗദി അറേബ്യയിലെ ആ ഒരു അനുഭവം എന്നെ പഠിപ്പിച്ചത് യുവജനങ്ങളോടൊപ്പം അവരിൽ ഒരാളായിട്ട് ആയിരിക്കുന്നതിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ അവരെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ, ഞാൻ പറഞ്ഞല്ലോ, അത്ര വലിയ ഒരു സാലറി ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഞാൻ വൈദികനാകാനായിട്ട് തിരികെ വന്നു എന്നുള്ളതിന് ഞാൻ എനിക്ക് എൻ്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നത് ലോകം നൽകുന്ന സന്തോഷവും അതിൻ്റെ സെക്യൂരിറ്റിയേക്കാളും അപ്പുറത്താണ് കർത്താവ് നൽകുന്ന ഒരു സംതൃപ്തി എന്ന് പറയുന്നത്, കർത്താവിൻ്റെ ജോലികൾ ചെയ്യുമ്പോൾ. ഇതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമായിട്ട് ഞാൻ ഒരു വൈദികൻ എന്ന നിലയിൽ എൻ്റെ അടുക്കിലേക്ക് വരുന്ന യുവജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അത് എങ്ങനെ എൻ്റെ വൈദിക ജീവിതത്തിലും കൂടെ ഒരു അനുഭവമായി തീരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം, ഒരു അനുഭവം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഞാൻ പുണിത്തുറ ഇടവകയിലായിരുന്ന സമയത്ത് ഒരു സന്ധ്യാസമയത്താണ് ഒരു പയ്യൻ, ഏകദേശം ഒരു 22-23 വയസ്സ് തോന്നിക്കും, ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കണം. ഞാൻ ഇവനെ കണ്ടിട്ടില്ല, ഇവൻ ആരാണെന്ന് എനിക്കറിയില്ല, എവിടെ നിന്നാണ് വരുന്നത്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഒരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ട് അവൻ അരികത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ അറിയാം പല ലഹരി വസ്തുക്കൾക്കും അവൻ അടിമയാണ്. അവൻ വന്ന് പറഞ്ഞു, അച്ഛൻ എന്നെ കേൾക്കാൻ പറ്റുമോ കുറച്ച് സമയം? ഞാൻ പറഞ്ഞു, നിനക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? ഞാൻ മറ്റെന്തോ കാര്യങ്ങൾക്ക് വേണ്ടി പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് വന്ന് പറഞ്ഞത്, അച്ഛൻ ഒരു കുറച്ച് സമയം എനിക്ക് അച്ഛൻ തരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു തുടങ്ങുകയാണ്. അവൻ ആദ്യത്തെ പറഞ്ഞു വെച്ച വാചകം ഇതാണ്, ഇപ്പോൾ അച്ഛനെ എനിക്ക് കണ്ടുമുട്ടാൻ സാധിച്ചില്ല എങ്കിൽ എൻ്റെ അടുത്ത സൊല്യൂഷൻ എന്ന് പറയുന്നത് സൂയിസൈഡിങ് ആയിരുന്നു. ഞാൻ സൂയിസൈഡ് ചെയ്യും ഒരുങ്ങി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ തള്ളി പറഞ്ഞ വ്യക്തിയാണ്. ഞാനൊരു അനാഥനല്ല, പക്ഷേ എൻ്റെ കൂടെ അപ്പനോ അമ്മയോ ഇല്ല, അവരുടെ ഒരു സംരക്ഷണത്തിലല്ല ഞാനിവിടെ താമസിക്കുന്നത്. ഒത്തിരിയേറെ കാര്യങ്ങൾ, ഒത്തിരിയേറെ ജീവിത അനുഭവങ്ങളിലൂടെ തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതമായിട്ടുള്ള ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയ യുവാവ്. അവനോടൊപ്പം ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ സംസാരിച്ചു.
സംസാരിക്കും തോറും അവൻ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അവസാനം അവൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അച്ഛൻ്റെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ എനിക്ക് തരണം. എനിക്ക് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ജീവിക്കാനായിട്ടുള്ള ഒരു തോന്നലൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അച്ഛ. പക്ഷെ അത് എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. എങ്കിലും ആ ഒരു പ്രചോദനം എനിക്ക് അച്ഛനിൽ നിന്ന് ലഭിക്കാനായിട്ട് സാധിച്ചു. ഞാൻ മരിക്കാനായിട്ടുള്ള എൻ്റെ ആ ഒരു ആഗ്രഹം ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് അവൻ അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ എടുത്ത് അവന് കൊടുത്തു. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അവനെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പരിശുദ്ധ കുർബാന ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത് ആ അൾത്താരയ്ക്ക് മുമ്പിൽ അവനുണ്ട്. അവൻ അവിടെ നിന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു യുവാവിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അവൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകളും നിറഞ്ഞുപോയി. കാരണം ഞാൻ അവന് വേണ്ടി ചെലവഴിച്ചത് ചിലപ്പോൾ 1 മണിക്കൂർ സമയവും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏതാനും കുറച്ച് പൈസയും മാത്രമാണ്. പക്ഷേ അവന് തിരികെ കിട്ടിയത് ഒരു ജീവിതവും തിരികെ ക്രിസ്തുവിലേക്ക് വരാനായിട്ടുള്ള ഒരു ആഗ്രഹവുമായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അന്ന് അവൻ അവിടെ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനായിട്ട്. അതിനുശേഷം എല്ലാ ഞായറാഴ്ചയും ഒരു മുടക്കവും കൂടാതെ ഞാൻ പോരുന്ന സമയത്തോളം അവൻ ആ കുർബാനയിൽ, ഞായറാഴ്ച വൈകിട്ടത്തുള്ള കുർബാനയിൽ അവൻ അവിടെയുണ്ട്. അങ്ങനെ ഒരു പുതിയ ജീവിതത്തിന്. അപ്പോൾ ഇതുപോലെ ഒത്തിരിയേറെ യുവജനങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. ചിലപ്പോൾ ഒന്ന് കേൾക്കാനായിട്ട്, ഒന്ന് അവരോടൊപ്പം ഇരിക്കാനായിട്ട്, അവരോടൊപ്പം സമയം ചിലവഴിക്കാനായിട്ട്, സന്തോഷം എന്തെന്ന് ഇതുവരെയായിട്ടും അറിയാത്ത, ആ സന്തോഷം കിട്ടാൻ വേണ്ടി പലവിധ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന യുവജനങ്ങളോടൊപ്പം ഒരു കൂട്ടുകാരനായിട്ട് നമുക്കൊന്ന് കൂടെയിരിക്കാൻ സാധിക്കുമെങ്കിൽ ഒത്തിരിയേറെ പേരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. അതുതന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനല്ല, ചെറിയ കാര്യങ്ങളിൽ കർത്താവ് ഏൽപ്പിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായിരിക്കാനായിട്ട്. അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും ചെയ്യുന്നത്. സന്തോഷം അച്ഛാ. കാരണം യുവജനങ്ങളോടുള്ള അച്ഛൻ്റെ ഒരു താല്പര്യവും അച്ഛൻ്റെ ഹൃദയം എന്തുമാത്രം യുവജനങ്ങളോട് സ്നേഹമുള്ളതാണ് എന്നുള്ളതാണ് അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അച്ഛാ, വളരെ വ്യത്യസ്തമായ വേറിട്ടൊരു ചോദ്യമാണ് എൻ്റേത്. അച്ഛൻ്റെ ഒരു ജീസസ് യൂത്ത് വൈദികൻ എന്ന നിലയിൽ തന്നെ, ജീസസ് യൂത്തിന് വേണ്ടി വൈദികനായ ഒരാളെന്ന നിലയിൽ തന്നെ, എന്തിനാണ് അച്ഛാ അങ്ങനെ ജീസസ് യൂത്തിന് വേണ്ടി ഒരു വൈദികനാവേണ്ട ഒരു സാഹചര്യം എന്താണ്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. എന്താണ് അതിൻ്റെ സാഹചര്യം എന്നൊന്ന് പറയാമോ അച്ഛാ? ജീസസ് യൂത്ത് മൂവ്മെൻറ്റിലുള്ള വ്യക്തികൾ ഒത്തിരിയേറെ വർഷങ്ങൾ, അച്ഛന്മാരാണെങ്കിൽ തന്നെയും, അതായത് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അച്ഛന്മാരും മറ്റുള്ള ലീഡേഴ്സും എല്ലാവരും ഒരുമിച്ചുകൂടി കുറേ വർഷങ്ങൾക്ക് ശേഷം എടുത്തിരിക്കുന്ന, പ്രാർത്ഥിച്ച് ഒരു നല്ലൊരു ഡിസൈൻമെൻറ്റിലൂടെ കടന്നുപോയി അവസാനം എത്തിച്ചേർന്നിരിക്കുന്ന ഒരു തീരുമാനമായിരുന്നു മൂവ്മെൻറ്റിന് വേണ്ടി ഫുൾ ടൈം ശുശ്രൂഷ ചെയ്യാനായിട്ട് ഉള്ള വൈദികർക്ക് വേണ്ടി പരിശീലനം കൊടുക്കുകയും അതോടൊപ്പം തന്നെ മൂവ്മെൻറ്റിന് വേണ്ടി അങ്ങനെയുള്ള ഒരു വൈദികർ വേണം എന്നുള്ളൊരു ആഗ്രഹം. ഇത് മറ്റുള്ള വൈദികരെ മാറ്റി നിർത്താനോ ഒന്നുമല്ല, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് സത്യം. പക്ഷേ ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ജീവിതശൈലി അതിലൂടെ വളർന്നു വന്ന വ്യക്തികൾക്ക് ആ ഒരു ജീവിതശൈലിയിൽ തന്നെ തുറന്നു കൊണ്ടുപോകാനായിട്ട് ഉള്ള ഒരു സംവിധാനമായിട്ടാണ് അതിനുള്ള പോസിബിലിറ്റീസ് അവിടെ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായതോടുകൂടി തന്നെയാണ് ഈ മൂവ്മെൻറ്റിന് വേണ്ടി വൈദികനാകുക എന്ന് ഉള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. ഇത് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൽ ആദ്യമായിട്ടല്ല, നമ്മുടെ ലോകത്തിലുള്ള മറ്റ് ഏത് മൂവ്മെൻറ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെയും ഇതുപോലെയുള്ള വൈദികർ പല മൂവ്മെൻറ്റുകൾക്കും, ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റുകൾക്ക് പലർക്കും ഉള്ളതാണ്. ഇവിടെ ഫുൾ ടൈമേഴ്സായിട്ടും അതോടൊപ്പം തന്നെ മൂവ്മെൻറ്റിനോടൊപ്പം കുറേയേറെ കാലം ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവർ ആ ഒരു ജീവിതശൈലിയിലൂടെ തന്നെ തുറന്നു കൊണ്ടുപോയി തങ്ങളുടെ ജീവിതം മുഴുവൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിഷൻ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുക, സമർപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു അതിനുവേണ്ടി സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഒരു വൈദികൻ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ടുള്ള സാധ്യതകൾ ഞാൻ കാണുന്നു. അനേകം യുവജനങ്ങളിലേക്ക് പല മിനിസ്ട്രികളിലൂടെ, 1-2 മിനിസ്ട്രികൾ മാത്രമല്ല മൂവ്മെൻറ്റിൽ ഉള്ളത്, ജീസസ് യൂത്ത് മൂവ്മെൻറ്റിലുള്ളത്. പല ടീൻസ് മിനിസ്ട്രി ആയാലും ക്യാമ്പസ് മിനിസ്ട്രി ആയാലും അങ്ങനെ ഒത്തിരിയേറെ മിനിസ്ട്രികളിൽ പങ്കുചേർന്നുകൊണ്ട് പല സാധ്യതകളിലൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ള, മിനിസ്ട്രി ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇതോടൊപ്പം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ജീസസ് യൂത്തിൻ്റെ ആരംഭം മുതലേ തന്നെ
മൂവ്മെൻറ്റിൻ്റെ പല മിനിസ്ട്രികളിലും ഒത്തിരിയേറെ സഹായങ്ങൾ ചെയ്തിട്ടുള്ള, ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടുള്ള അനേകം വൈദികരുണ്ട്, അനേകം സമർപ്പിതരുണ്ട്, സന്യാസിനികളുണ്ട്. ഇവരുടെയൊക്കെ സേവനങ്ങൾ എന്നും മൂവ്മെൻറ്റിന് ആവശ്യമാണ്. എന്നും അവർ മൂവ്മെൻറ്റിനോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർക്കൊരിക്കലും ഒരു പകരക്കാരനായിട്ടല്ല മൂവ്മെൻറ്റിന് വേണ്ടി വൈദികനായി തീരുന്ന ഞാൻ ഇവിടെ ആയിരിക്കുക. അത് ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് മൂവ്മെൻറ്റിന് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന പല മിഷൻ പ്രദേശങ്ങളുണ്ട്. ആ ഒരു മിഷൻ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ഇപ്പോൾ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു വൈദികൻ എന്ന് പറയുമ്പോൾ അവൻ ഫുൾ ടൈം അവൈലബിൾ ആണ്. എവിടേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഏത് മിനിസ്ട്രിയിലേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിലും എപ്പോഴും അവൈലബിൾ ആണ്. ഒരു ഓഫീസ് ബെയർ ആകാനായിട്ടല്ല ആ ഒരു വൈദികൻ അവിടെ ആയിരിക്കുക. മൂവ്മെൻറ്റിൻ്റെ ആവശ്യമനുസരിച്ച് മൂവ്മെൻറ്റ് എന്തു പറയുന്നുവോ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതൊരു ചലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു. ആ ഒരു ചലഞ്ചിനോട് പ്രതിത്തിരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്തു പറയേണ്ട ആഗ്രഹിക്കുക, ഇതൊരിക്കലും മറ്റുള്ള വൈദികർക്കോ മറ്റുള്ള സമർപ്പിതർക്കോ പകരക്കാരനായിട്ടല്ല മൂവ്മെൻറ്റ് മുന്നിൽ കാണുന്നത്. ഏറെ സന്തോഷം. കാരണം ഒരുപക്ഷെ അച്ഛൻ പറയുമ്പോൾ തന്നെ, കാരണം ജീസസ് യൂത്തിൽ നമ്മൾ മുൻപ് ഒരുപക്ഷെ ആദ്യ എപ്പിസോഡിലൊക്കെ നമ്മൾ പരാമർശിച്ചതുപോലെ ധാരാളം പേര് ജീസസ് യൂത്തിലൂടെ വൊക്കേഷൻ തിരിച്ചറിഞ്ഞ് വൈദികരായിട്ടും സന്യസ്തരായിട്ടും ചേരുന്നുണ്ട്. ഇന്നും അത്തരത്തിലുള്ള എല്ലാവരെയും തീർച്ചയായിട്ടും ജീസസ് യൂത്തിലേക്ക് മാത്രം വൈദികരാക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. കാരണം അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഒരു മൂവ്മെൻറ്റിൻ്റെ ലീഡർഷിപ്പിലൂടെ വളർന്ന് ഒരു ജോലിയിലൊക്കെ പ്രവേശിച്ച ആളുകൾ മാത്രമാണ് ജീസസ് യൂത്ത് ഒരു പക്ഷേ വൈദിക ഒരു ഇതിലേക്ക് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഉള്ളവർ പോലും ധാരാളം ആളുകൾ വിവിധ കോൺഗ്രിഗേഷനിലൊക്കെ പോകുന്നുണ്ട്. ഡോക്ടേഴ്സ്, MBBS കഴിഞ്ഞവർ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർ, എത്രയോ പേരാണ് വിവിധ കോൺഗ്രിഗേഷനിലും ഡയോസിസിലും ഒക്കെ ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയുമ്പോൾ അതിനൊരു തീർച്ചയായിട്ടും ക്ലാരിറ്റി ഉണ്ട്. ഇന്ന് ജീസസ് യൂത്തിൻ്റെ ടീമുകളുടെയൊക്കെ ചാപ്ലിൻസായിട്ട്, മിനിസ്ട്രികളുടെ ചാപ്ലിൻസായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് ജീസസ് യൂത്തിൻ്റെ ഭാഗമായി വർഷങ്ങളോളം യാത്ര ചെയ്യുന്ന വിവിധ കോൺഗ്രിഗേഷനിലും രൂപതകളിലും പെട്ട അച്ഛന്മാരാണ്. അതങ്ങനെ തന്നെ തുടരും എന്ന് അച്ഛൻ പറയുന്നതിൽ വളരെ വ്യക്തതയുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ, എൻ്റെ മറ്റൊരു ചോദ്യം, അച്ഛൻ്റെ കയ്യിൽ എപ്പോഴും ഈ കൊന്തയുണ്ട്. ഇത് അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സൗദി അറേബ്യയിൽ പോയപ്പോൾ പ്രതിസന്ധി ഉള്ളപ്പോൾ മാത്രമുള്ള ഒന്നല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മാതാവിനെ കുറിച്ച് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ മാതാവ് എങ്ങനെ അച്ഛൻ്റെ വൈദിക ജീവിതത്തെ സഹായിക്കുന്നു എന്ന്, മാതാവ് എങ്ങനെയാണ് അച്ഛന് തുണയാവുന്നതെന്ന് കേൾക്കാൻ എനിക്കൊരു താല്പര്യമുണ്ട്. മാതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കെപ്പോഴും ഓർമ്മ വരുന്ന ഒരു പാട്ടുണ്ട്, എന്തു നല്ല അമ്മ, എൻ്റെ അമ്മ, ഈശോയുടെ അമ്മ എന്ന് പറയുന്ന ആ ഒരു ഈരടികൾ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ്. ആ പരിശുദ്ധ അമ്മയാണ് ഞാൻ എൻ്റെ പരിശീലന കാലഘട്ടം മുതലേ തന്നെ അമ്മയുടെ ഒരു വലിയ സഹായവും അമ്മയുടെ ഒരു വലിയ സപ്പോർട്ട് എൻ്റെ ജീവിതത്തിൽ നിരന്തരമായിട്ടുണ്ടായിട്ടുണ്ട്. അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണെങ്കിൽ ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. പഠനകാലത്തായാണെങ്കിൽ തന്നെയും വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച സമയത്താണെങ്കിൽ തന്നെയും ഒത്തിരിയേറെ അനുഭവങ്ങളിലൂടെ ഞാൻ ചോദിച്ച ഒരു കാര്യങ്ങൾക്കും പരിശുദ്ധ അമ്മ ഇതുവരെയായിട്ടും നോ എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ചോദിച്ച സമയത്തിൽ തന്നെ എനിക്ക് ലഭിക്കാനായിട്ട്. ആ പരിശുദ്ധ അമ്മയോടുള്ള ഒരു വലിയ ഭക്തി എനിക്കുണ്ട്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ ഓരോ ദിവസങ്ങളും ആരംഭിക്കുന്നത്. ഞാൻ പട്ടം സ്വീകരിച്ച ആ ദിവസം മുതൽ ഇന്ന് വരെ ഏത് പരിശുദ്ധ കുർബാനയുടെ അവസാന സമയത്ത്, അതായത് സമാപന ആശീർവാദം കൊടുത്തു കഴിഞ്ഞൊരു സമയത്ത് ഞാൻ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥന. അതോടൊപ്പം തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഒരു പേഴ്സണൽ മാസ് ചൊല്ലുമ്പോൾ അവിടെയും അമ്മയോടുള്ള ആ ഭക്തിയിൽ അമ്മ തിരുക്കുമാരനിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ശുശ്രൂഷ മേഖലകളിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടൊരു വണക്കത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് അമ്മയിൽ നിന്ന് സഹായം തേടി വളർന്നു വരാനായിട്ടാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതെൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ഒത്തിരിയേറെ അനുഭവങ്ങളിലൂടെ തന്നെ വളരാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് അച്ഛാ, പക്ഷേ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാവില്ലേ, ധാരാളം കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വൈദികനായിട്ട് ജീവിക്കുക, വിശ്വസ്തയോടെ ജീവിക്കുക എന്ന് പറയുന്നത്, അത് എവിടെയായിരുന്നാലും, ജീസസ് യൂത്ത് വൈദികനായാലും രൂപത വൈദികനായാലും കോൺഗ്രിഗേഷണൽ വൈദികനായാലും ഒക്കെ ഒരു വൈദികനായി ജീവിക്കുക എന്നത് ഏറെ പ്രയാസമുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും. ഈ പ്രതിസന്ധികളിൽ അച്ഛൻ എന്ത് ചെയ്യും? ഈ പ്രതിസന്ധികൾ എല്ലാ ദിവസവും, പ്രതിസന്ധികൾ എന്നും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ ഡിസേൺമെൻറ്റ് നടത്തിയിരുന്ന സമയത്ത്, ഞാൻ പറഞ്ഞിരുന്നല്ലോ സൗദി അറേബ്യയിലായിരുന്ന സമയത്ത് ഡിസേൺമെൻറ്റ് നടത്തിയിരുന്ന സമയത്ത് കർത്താവിനോടൊരു കൺഫർമേഷൻ ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് കൊണ്ടു തന്ന ഒരു വചനമുണ്ടായിരുന്നു. അത് ജോഷുവ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 5 തുടങ്ങിയുള്ള വാക്യങ്ങളാണ്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും,
നീ പരിഭ്രമിക്കേണ്ട, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന, നിന്നെ അനുഗ്രഹിക്കുന്ന, നിനക്ക് മുമ്പേ നടന്നു നീങ്ങുന്ന കർത്താവാണ്. അതുകൊണ്ട് എത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടായി കഴിഞ്ഞാലും അന്ന് എനിക്ക് ആ തമ്പുരാൻ, നമ്മുടെ നല്ല തമ്പുരാൻ വാഗ്ദാനം ചെയ്ത ആ ഒരു ഉറപ്പ് അതെപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലൊരിക്കലും പ്രതിസന്ധികൾ വന്നെങ്കിൽ കൂടെ ഈ ഒരു വചനം എനിക്ക് എപ്പോഴും ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. ആ ഒരു കർത്താവിൻ്റെ സംരക്ഷണത്തിൽ അവനോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ഒന്നിനും കുറവ് വരികയില്ല എന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ തന്നെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുമെന്നും അത് തമ്പുരാൻ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ആഴമേറിയ വിശ്വാസമുണ്ട്. സന്തോഷം അച്ഛാ. മറ്റൊരു ക്രിസ്തുവാവാൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അച്ഛൻ്റെ യാത്ര ഏറ്റവും അനുഗ്രഹീതമാവട്ടെ. എന്നും അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാ പ്രതിസന്ധിയിലും അച്ഛൻ്റെ ബലം, തണലായി കൂടെയുള്ള, താങ്ങായി കൂടെയുള്ള കർത്താവ് തന്നെയാണെന്നുള്ള തിരിച്ചറിവാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ശക്തി. അതൊരിക്കലും മറന്നു പോകാതെ, ആ ആശ്രയത്വം ഒരിക്കലും നഷ്ടപ്പെടാതെ എന്നും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. വിശ്വസ്തനായ ഒരു വൈദികൻ, അതിലുപരി എന്നും ചെറുപ്പക്കാരോട് ഒരു പ്രേക്ഷിത ഹൃദയമുള്ള വൈദികനായി ജീവിക്കാൻ അച്ഛന് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശാലോമിൻ്റെ ജോഷു എന്ന ഈ പ്രോഗ്രാമിൽ ഈ 2 എപ്പിസോഡിലെയും അച്ഛൻ്റെ പങ്കുവെക്കലുകൾക്ക്, സാന്നിധ്യത്തിന് ഏറെ നന്ദി. താങ്ക് യു വെരി മച്ച്. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ, കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെ